ഹലോ ഫ്രണ്ട്സ്, മുക്താറാണ്. അങ്ങനെ വീണ്ടും നമ്മളെ MK യൂസർ കാർ വന്നിട്ടുണ്ട്. ഈ പ്രാവശ്യം വന്നപ്പോണ്ട് സ്വിഫ്റ്റിന്റെ ഒരു വമ്പൻ ചാകര തന്നെ വരുന്നുണ്ട്. 2019 സ്വിഫ്റ്റ് ഒക്കെ നമുക്ക് കൊടുക്കാൻ പോകുന്നത് എത്ര കൊടുക്കാം? നമുക്ക് 5.45 ഫൈനലാക്കി കൊടുക്കും. 5.45 ഫൈനലായിട്ട് 2019 ഓഫർ പ്രൈസ് ആണ് വരുന്നത്. കാരണം നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് ഏകദേശം 5.60 ആണ് കാണിച്ചിട്ടുള്ളത്. ഇൻട്രോയിൽ ആകുമ്പോൾ വീണ്ടും പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്. ഏകദേശം 100-ൽ പരം കാറുകളുണ്ട്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതാ വാഗ്നർ വരുന്നുണ്ട്, സ്വിഫ്റ്റ് വരുന്നുണ്ട്, റിഡ്സ് വരുന്നുണ്ട്, എക്കോസ്പോർട്ട് വരുന്നുണ്ട്, ഒരുപാട് മോഡൽ ഉണ്ട്. ആൾട്ടോ തന്നെ തുടങ്ങും. പിന്നെ ഇയോൺ ഓട്ടോമാറ്റിക്കിന്റെ ഒരു വമ്പൻ കളക്ഷൻ വരുന്നുണ്ട്. നമ്മുടെ സ്പോട്ട് എവിടെ വരുന്നത്? ഇത് മലപ്പുറം കോഴിക്കോട് റോഡിന് ക്ലാസിക് ഉണ്ടായതിന്റെ നേരെ ഓപ്പോസിറ്റ് MK യൂസുകാർ മച്ചിങ്ങൽ നമ്മുടെ ബാവക്കാരുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ പമ്പ ഓഫർ ഉണ്ട്. ഞാൻ ഒരുപാട് ഓഫർ ഒന്നും ഇപ്പം ഫസ്റ്റ് കാണിക്കുന്നില്ല. നമുക്ക് തുടങ്ങാം, വീഡിയോ തുടങ്ങാം. ഫസ്റ്റ് നമുക്ക് ആൾട്ടോ അങ്ങോട്ട് തുടങ്ങല്ലേ. നമ്മൾ ചെറുവണ്ടി തുടങ്ങിയിട്ട് ലാസ്റ്റിലേക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരാം. നമ്മൾ അങ്ങോട്ട് പോവാം. ഡീറ്റെയിൽസ് വരുന്നത് ഇത് 2009 വണ്ടി. 2009 വണ്ടി. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് നോക്കിയിട്ട് വേണം. മൂന്നാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1,15,000. എന്താ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും പുതിയ പേപ്പർ എടുത്ത് കൊടുക്കും. പുതിയ പേപ്പർ എടുത്താണ് കൊടുക്കുക. ടാക്സ്, ഇൻഷുറൻസ്, റിന്യൂവൽ 5 വർഷത്തിന് പുതിയതായിട്ട്. ഇൻഷുറൻസ് 1 വർഷത്തിന് പ്രൈസ് നമുക്ക് എത്ര ലാസ്റ്റ് കൊടുക്കാം? നമുക്ക് 1,20,000 രൂപയാണ്. 1,18,000 രൂപ ഫൈനൽ ആയിട്ട് കൊടുക്കാം. 18 ഫൈനലാക്കി കൊടുക്കും. ഓക്കെ. ഇപ്പൊ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഈ സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഏതാ മോഡൽ വരുന്നത്? 2018 VDI ഓട്ടോമാറ്റിക്. ഡീസൽ ആണ് വരുന്നത്. ഡീസൽ അലൈവിയില് ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള ഫുള്ള് ഫിറ്റിംഗ്സ് ഉള്ള വണ്ടിയാണ്. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പില് മലപ്പുറത്ത് പുതിയ വണ്ടി ഇറങ്ങി. കിലോമീറ്റർ 90,000. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ ഫൈനൽ നമുക്ക് 6 ലക്ഷം റുപ്യ കൊടുക്കാം. 6 ലക്ഷം റുപ്യ അല്ല, 6.25 കൊടുക്കാൻ പറ്റില്ല. 6,50,000 ഫൈനലാക്കി. ഇത് ഏകദേശം 6 ലക്ഷം റുപ്യ ലോൺ വണ്ടി ഇറക്കാം. എത്തിയോസ് ലീവ 2012 GDSP ആണ്. എയർ ബാഗും ABS വരുന്ന വണ്ടി. അല്ല, നമ്പർ ആയ വണ്ടി. കേരള വണ്ടിന്റെ ഫുൾ ക്വാളിറ്റിയാണ് വണ്ടി. ഇത് 2012 GDSP ABS ഒക്കെ വരുന്ന വണ്ടി. ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്റർ 1,39,000. ഒന്നുമില്ല. ഇത് നമുക്ക് 3,60,000 റുപ്യ. 3.5 ലക്ഷം റുപ്യക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാം. വാഗ്നർ വരുന്നുണ്ട്. വാഗ്നർ 2011 സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 2011 സിംഗിൾ ഓണർഷിപ്പ് LXI ആണ് വരുന്നത്. LXI വണ്ടിയാണ്. VXIന്റെ എല്ലാ സിസ്റ്റങ്ങളും ചെയ്തേക്കണോ. വീലൊക്കെ 14 ഇഞ്ച് ചെയ്തേക്കണോ. 4 ടയർ പുതിയതുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. നല്ല സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. 1.15 ഓട്ടം. ഒന്നുമില്ല. ഡിക്കി ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. ഡിക്കി ഗ്ലാസ് മാത്രം റീപ്ലേസ്. അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പ്രൈസ് ആണ് വരുന്നത്? ഇത് നമുക്ക് 2.5 ലക്ഷം റുപ്യ കൊടുക്കാം. 2.5 ലക്ഷം റുപ്യക്ക് ഫൈനലാക്കി കൊടുക്കാം. 2011 മോഡൽ വണ്ടി. ഓക്കെ. എത്ര ലോൺ കയറും? ഇത് ഏകദേശം ഒരു 1.5-1.25 സുഖമായിട്ട് വണ്ടി. ഇപ്പൊ ഈ ഒരു താറ് കൊടുക്കാം. 4x4 അല്ലേ? 4x4 അല്ല, ഇത് DI ആണ്. CRDI അല്ല, DI ആണ്. സിംഗിൾ ഓണർ വണ്ടി. ആകെ 55 കിലോമീറ്ററോടെ മലപ്പുറത്ത് പുതിയ വണ്ടി. ഫാൻസി നമ്പറിലും കാര്യം ഇറങ്ങിയ വണ്ടി. പുതിയ ടയർ നല്ല വില. ഏകദേശം 3 ലക്ഷം റുപ്യ ഫിറ്റിംഗ്സ് വണ്ടി. മോഡൽ പറഞ്ഞത് 13 മോഡൽ. 2013 മോഡൽ. ലാസ്റ്റ് ഫൈനൽ എത്ര കൊടുക്കുക? ഇത് നമുക്ക് 5.5 ലക്ഷം റുപ്യക്ക് ഫൈനൽ കൊടുക്കാം. പവർ സ്റ്റാറിംഗ് ഫിറ്റഡ് ആണ് വണ്ടി. പവർ സ്റ്റാറിംഗ് ഫിറ്റഡ് ആണ്. കാരണം സ്റ്റെപ്പിന് അടക്കം അത്യാവശ്യം നല്ല ടയർ. ഏകദേശം 3-3.5 ലക്ഷം റുപ്യ ഫിറ്റിംഗ്സ് വണ്ടി. ഫിറ്റിംഗ്സ് എക്സ്ട്രാ വന്നിട്ടുണ്ടല്ലേ? എത്ര ലോൺ കയറും? ഇത് ഏകദേശം 4 ലക്ഷം റുപ്യ. 4 ലക്ഷം റുപ്യ. ഒരു 1.5 ലക്ഷം റുപ്യ വണ്ടി നെക്സ്റ്റ് കാണിക്കാനുള്ള ഏതാണ്? ഉള്ളിലേക്ക് പോയാലോ? ഓക്കെ. ഇങ്ങോട്ട് വന്നപ്പോ കയറിയൊരു വണ്ടിയാണ് എത്തിയോസ്. ഇപ്പൊ കയറിയ വണ്ടിയാണ്. മലപ്പുറം വണ്ടിയാണ്. ഡീസലോ പെട്രോളോ? 2013 ഡീസലാണ്. VDSP ആണ് കമ്പനി. VDSP കമ്പനി അലോയ്സും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി. ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്റർ 1.48. ഹിസ്റ്ററി കറക്റ്റ്. കേരള വണ്ടിയാണോ? അല്ല, നമ്പർ ആയ വണ്ടിയാണ്. ഒന്നുമില്ല. ഇത് പ്ലാറ്റിനം ടൈപ്പും കാര്യങ്ങളൊക്കെ ചെയ്തേക്കണം. ഇത് നമുക്ക് 4 ലക്ഷം റുപ്യ ഫൈനലാക്കി. 4 ലക്ഷം റുപ്യ 2014 ആണ് കേട്ടോ. GD അല്ല, VDSP ആണ്. എയർ ബാഗ്, 2 എയർ ബാഗ്, അലോയ്സ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി. 4 ലക്ഷം റുപ്യ ഫൈനലാക്കി കൊടുക്കാം. ചെറിയൊരു വൃത്തിയാക്കല്. എത്ര ലോൺ കയറും? ഇത് ഏകദേശം 3.5 ലക്ഷം റുപ്യ. 50,000 2013 വണ്ടി VDSP ഇറക്കാം.
കാരണം ഓപ്ഷൻ മാറുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രൈസിൽ മാറ്റം വരും. ഫുൾ ഓപ്ഷൻ ആവർത്തിച്ച് പറയാൻ കാരണം നെക്സ്റ്റ് കാണിക്കാനുള്ളത് ഗ്രാൻഡ് ഐറ്റൺ ആണ്. ഗ്രാൻഡ് ഐറ്റണ് 2019 സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. സ്പോർട്സ് ആണ് വരുന്നത്. 2019 സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ 45 ജില്ലാനെ ഓടിയിട്ടുള്ളൂ. 4 ടയർ ഫ്രഷ് പുതിയത് പെട്ടും ചെയ്തു. പുതിയ ഇട്ടതാണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഹിസ്റ്ററി കറക്റ്റ് പക്കാണ്. സ്റ്റെപ്പിന് കാര്യങ്ങൾ സ്റ്റെപ്പിന് ഒരു എടുത്ത ഗുണം 3 ടയർ പുതിയതിട്ടു സ്റ്റെപ്പിന് ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, പ്രൈസ് എങ്ങനെ വരുന്നത്? ഇത് നമുക്ക് 4,90,000 രൂപ കൊടുക്കാം. 4,90,000 ഫൈനലാക്കി കൊടുക്കാം. 19 ആണ് വണ്ടി. 2019 സ്പോർട്സ് ആണ് വരുന്നത്. എത്ര ലോൺ കയറും? ഇത് ഏകദേശം 4-4.5 ലക്ഷം രൂപ. 750 സെയിൽസ് സ്കോർ ഉള്ളവർക്ക് ഫുൾ ഓൺ തന്നെ ഇപ്പൊ റിഡ്സ് വരുന്നുണ്ട്. ഡീസൽ പെട്രോളോ? ഡീസലാണ് വരുന്നത്. ഓക്കെ, ഇതേതാ മോഡൽ വരുന്നത്? ഇത് 2013 മോഡല്. ഓണർഷിപ്പോ? സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. കിലോമീറ്റർ 1.25 ഓട്ടം. റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല. ഹിസ്റ്ററി ഒക്കെ പക്കായിരിക്കും. ഹിസ്റ്ററി കറക്റ്റ് ആണ്, ഒന്നും സംഭവിച്ചിട്ടില്ല. പ്രൈസ് ആണ് വരുന്നത്? ഇത് നമുക്ക് 3,40,000 രൂപ കൊടുക്കാം. 2013 ഡീസൽ. അതെ, ലിമിറ്റഡ് എഡിഷൻ വണ്ടിയാണ്. അലോയ്സ്, ആൻഡ്രോയിഡ് ടച്ച് സ്ക്രീൻ സെറ്റ്, സീറ്റ് കവർ, ഫുൾ ഫിറ്റിംഗ്സ് ഉണ്ട്. എന്റെ ചെറിയൊരു മാറ്റം നമുക്ക് കസ്റ്റമർ അനുസരിച്ച് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. ഇത് ഏകദേശം ഒരു 2.25 ലക്ഷം രൂപ ലോൺ. 2012 വണ്ടിയാണ്. 2012 ലാസ്റ്റ് വരുന്ന വണ്ടി. 4 ടയർ പുതിയത് ഫുൾ കട്ട. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ 78,000. റീപ്ലേസ്മെന്റ് ബോണറ്റ് മാത്രം. ഇത് നമുക്ക് 1,80,000 രൂപ ഫൈനൽ. 1.5 രൂപ ലോൺ ഇട്ട് കൊടുക്കാം. 30,000 വണ്ടി ഇതൊക്കെ കൊടുക്കല്ലേ. ഇത് 2017 ZDI ആണ് വണ്ടി. ZDI വണ്ടി. ഓണർഷിപ്പ് സിംഗിൾ കറക്റ്റ് സർവീസ്. കിലോമീറ്റർ 1.5 ലക്ഷം. റീപ്ലേസ്മെന്റ് ഇപ്പൊ സർവീസ് എടുത്തു. ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പമ്പർ ടമ്പർ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. A to Z കമ്പനി. ഇത് നമുക്ക് 7.5 ലക്ഷം രൂപ. 17 ZDI ആണ് വരുന്നത്. എത്ര ലോൺ കയറും? ഇത് നമുക്ക് 7 ലക്ഷം രൂപ ലോൺ കയറും. 50,000 വണ്ടി വരുന്നത്. സിവിൽ സ്കോർ എങ്ങനെ അതിനനുസരിച്ചൊക്കെ സിവിൽ സ്കോർ ഉണ്ട്. ഫുൾ ഓൺ നമ്മൾ ചെയ്ത് കൊടുക്കാം. ഈ പറഞ്ഞ വണ്ടിക്കൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ വാഗ്നർ വരുന്നുണ്ട്. 2 മോഡല്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു പോവാട്ടോ. പെട്ടെന്ന് ഒരുപാട് വണ്ടികളുണ്ട്. ഇതൊക്കെ എങ്ങനെ ഡീറ്റെയിൽസ്? ഇത് 2014 സ്റ്റിംഗ്ര അലവിയിലും കാര്യങ്ങളൊക്കെ വരുന്ന സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. കറക്റ്റ് സർവീസ് ആണ്. 65,000 കറക്റ്റ് സർവീസ്. ഒന്നുമില്ല. പക്ക ഹിസ്റ്ററി. ഇത് നമുക്ക് 3,40,000 രൂപ കൊടുക്കാം. 3,45 ഫൈനലായി കൊടുക്കാം. വണ്ടി ക്ലീൻ വണ്ടിയാണ്. എത്ര ലോൺ കയറും? ഇത് 3 ലക്ഷം രൂപ അടുത്താൽ മതി. 45,000 വണ്ടി ഇറക്കാം. അതേപോലെ തന്നെ ഒരു ഇയോൺ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 3 ഇയോൺ ഇത് 16 ആണ്. ഇത് 16, 17 രജിസ്റ്റർ. ഇത് 15 ആണ്. ഇത് മാഗ്ന പ്ലസ് 4 പുത്തൻടയറും കാര്യങ്ങളൊക്കെ ഉള്ള. ഇത് 2015 മാഗ്ന പ്ലസ്. ഓണർഷിപ്പ് വരുന്നത്? ഇത് രണ്ടാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്റർ 70,000. റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല. പ്രൈസ് എന്നാ വരുന്നത്? ഇത് നമുക്ക് 2,40,000 രൂപ കൊടുക്കാം. 4 ടയർ ഓടിയിട്ടില്ല. അതേ മൈക്കാണ് ഈ വണ്ടി. 2014 വണ്ടി. ഇത് രണ്ടാമത്തെ ഓണർ. ഇത് നമുക്ക് 2,15,000 രൂപ ഫൈനൽ കൊടുക്കാം. ഇത് തന്നെ 4 ടയർ പുതിയതുണ്ട്. 2,15,000 രൂപ. അതിൽ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കാം. എന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റം. ഈ കിഡുകളോ? കിഡുകൾ 2016 RSL ആണ്. ഇത് 2,45 കൊടുക്കാം. ഇത് 2017 RST ആണ്. ഇത് നമുക്ക് 2,90,000 രൂപ. 2,90,000 രൂപ ആകാണ്. ഒക്കെ സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ 60,000. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 2,90 ഫൈനൽ കൊടുക്കാം. ഇനി നമുക്ക് കാണിക്കാനുള്ളത് ഏതാണ്? ഇനി പിന്നെ ഓട്ടോമാറ്റിക് കിഡുകളുള്ളത്. ഓട്ടോമാറ്റിക് കിഡ് ഇത് 2 ഓട്ടോമാറ്റിക് 17, 18 ഒക്കെ ഉണ്ട്. 16, 17 പാണ്ട് ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഇത് എത്ര വരുന്നത്? ഇത് 340. ഏതാ മോഡൽ വരുന്നത്? 2016, 17. 2016, 17 കിഡ് ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. 340 അല്ലേ? 340. ഇത് ഏതാ മോഡൽ വരുന്നത്? ഇത് 2017. അതൊക്കെ RST ഓപ്ഷണൽ ആണ്. വരുന്നുണ്ട്.
എത്ര കൊടുക്കണേ? ഇത് നമുക്ക് 3,85,000 രൂപ. 3,85,000 അല്ല 55,000? 8,500 കൊടുക്കാം. ഇത് അതേ റേഞ്ചിൽ കൊടുക്കാം. ഏതാ മോഡൽ? ഇത് ക്ലൈംബർ 17,000 3,85,000 ഫൈനൽ. ഇനി അതേപോലെ തന്നെ ഒരു സ്വിഫ്റ്റ് നോക്കുകയാണെങ്കിൽ സ്വിഫ്റ്റിന്റെ ഒരു അമ്പൻ ചാകര തന്നെ വരുന്നുണ്ട്. ഒരുപാട് ഒരു കളർഫുൾ ഉണ്ട്. ഓട്ടോമാറ്റിക് ആണ്. എക്സ്പ്രസ് ഓട്ടോമാറ്റിക് ആണ്. ഫുൾ ഫിറ്റിംഗ്സ് ഉണ്ട്. ഒറിജിനൽ ലെതർ സീറ്റ് അവരൊക്കെയാണ് ചെയ്തത്. ഏതാ മോഡൽ വരുന്നത്? ഇത് 2019 VXi പ്ലസ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. അതൊക്കെ സിംഗിൾ. കിലോമീറ്റർ 60,000. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? ഇത് നമുക്ക് 4,85,000 രൂപ കൊടുക്കാം. 4,85,000. എത്ര ലോൺ കയറും? ഇത് 4.25 ലക്ഷം രൂപ, 4.5 വരെയൊക്കെ ചെയ്ത് കൊടുക്കാം. ഒരു 30,000-40,000 സ്കോർ ഉണ്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് കാണിക്കാനുള്ള ഏതാണ്? ഇനി നമുക്ക് ഓട്ടോമാറ്റിക് ബലോന ഉണ്ട്. ഈ ബലോന ഏതാ മോഡൽ? ഇത് ഓട്ടോമാറ്റിക് അല്ലേ വരുന്നത്? ഇത് ഓട്ടോമാറ്റിക് അൽഫയാണ്. പെട്രോൾ CVT ഓട്ടോമാറ്റിക്. 2018 മോഡൽ. 38,000 ഓടിയിട്ടുള്ളൂ. എത്ര? 35,000 കിലോമീറ്റർ ഓടിച്ചിട്ടുള്ള അൽഫാണ് വരുന്നത്. ഓണർഷിപ്പ് വരുന്നത് രണ്ടാമത്തെ ഓണർഷിപ്പ്. റീപ്ലേസ്മെന്റ് എന്താണോ? ഇല്ല, ഒന്നുമില്ല. പ്രൈസ് കാര്യങ്ങൾ എത്ര വരുന്നത്? ഇത് നമുക്ക് 8 ലക്ഷം രൂപയാണ്. എന്തെങ്കിലുമൊക്കെ ഒരു മാന്യമായിട്ട് കുറച്ച് കൊടുക്കാം. ഫൈനൽ റേറ്റ് ആണ്. കസ്റ്റമർ വരുന്നതിനനുസരിച്ച് ചെയ്തു. ഇത് 18 അൽഫ ഡീസൽ ഓട്ടോമാറ്റിക്. ഡീസൽ മാനുവൽ ആണ്. 2018 അൽഫ ഓപ്ഷണൽ ആണ്. ഓണർഷിപ്പ് വരുന്നത്? ഇത് സിംഗിള്. കിലോമീറ്റർ 1,08,000. 1,08,000. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ബോണറ്റ് മാത്രമേ ഉള്ളൂ. പാനലോ കാര്യങ്ങളോ ഹിസ്റ്ററിയിൽ വേറെ ഒന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ എടുത്ത് വെച്ചേക്കുന്നത്. ഇത് ഹിസ്റ്ററി പക്ക അല്ലേ? പക്ക ഹിസ്റ്ററി. പ്രൈസ് ആണ് വരുന്നത്? ഇത് 7,75,000 രൂപയ്ക്ക് നമുക്ക് 75 ഫൈനലാക്കി കൊടുക്കാം. ഓക്കെ. എത്ര ലോൺ കയറും? ഇത് ഫുൾ ലോണും ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇനി നെക്സ്റ്റ് കാണിക്കാനുള്ളതാണ്. ഇത് സണ്ണിക്കുട്ടൻ 12-13. 2012 ഉണ്ട്, 2013 ഉണ്ട്. പെട്രോളോ? ഇത് ഡീസൽ XP പ്രീമിയം ആണ് വരുന്നത്. ടോപ്പ് എൻഡ് മോഡൽ വണ്ടി, ബട്ടൺ ഷാട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓണർഷിപ്പ് വരുന്നത്? ഇത് സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. ഇത് രണ്ടാമത്തെ ഓണർഷിപ്പ് ഉണ്ട്. അതായത് ഇത് 2012 സിംഗിൾ ഓണർഷിപ്പ്. അതേ നമ്മൾ വരുന്നത് 13 രണ്ടാമത്തെ ഓണർഷിപ്പ്. ഇത് എത്ര പ്രൈസ് വരുന്നത്? ഇത് 3.30. കിലോമീറ്ററോ? കിലോമീറ്റർ 1,40,000. റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല. ഇതോ 2013 വണ്ടി. ഇത് 1.30 ഓടിയിട്ടുണ്ട്. ഇത് ഏകദേശം 3,60,000 രൂപയ്ക്ക് 3.60 കൊടുക്കാം. ഹിസ്റ്ററി ഉണ്ടോ? ഹിസ്റ്ററി കറക്റ്റാ. ഹിസ്റ്ററി കാര്യങ്ങൾ കറക്റ്റല്ലേ? എത്ര ലോൺ കയറും? ഇതൊക്കെ ഏകദേശം 3 ലക്ഷം രൂപേന്റെ അടുത്തൊക്കെ ചെയ്തു. ഇത് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് കാണിക്കാൻ വന്നത് സ്വിഫ്റ്റിന്റെ ഒരു ശാഖ അല്ലേ? സ്വിഫ്റ്റ് ഒരു 2, 4, 5, 6 സ്വിഫ്റ്റ് വരുന്നുണ്ട്. നമ്മൾ ആദ്യം ഡീസൽ ഓട്ടോമാറ്റിക് കാട്ടി കൊടുത്തു. ഇനി പെട്രോൾ ഓട്ടോമാറ്റിക് ആവശ്യമുള്ളവർക്ക് നമ്മൾ പെട്രോൾ ഓട്ടോമാറ്റിക് ഫാൻസി നമ്പർ ഒക്കെ വെച്ചാണ് കൊടുക്കാം. 21. ഓണർഷിപ്പ് വരുന്നത്? സിംഗിൾ ഓണർഷിപ്പ്. VXi അല്ലേ വരുന്നത്? VXi ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. കിലോമീറ്ററോ? കിലോമീറ്റർ 50,000. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. പ്രൈസ് തന്നെ വരുന്നത്? ഇത് 7 ലക്ഷം രൂപ. 7 ലക്ഷം രൂപ ഫൈനൽ ആണോ? ചെറിയ മാറ്റം ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫുൾ തന്നെ ടയർ വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതേതാ മോഡൽ വരുന്നത്? ഇത് 2020. ഓക്കെ. ഓണർഷിപ്പ് വരുന്നത്? ഇത് സിംഗിള്. കിലോമീറ്റർ 44,000. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് തന്നെ വരുന്നത്? ഇത് 7,10,000 രൂപ. 10 ഫൈനൽ ആയിട്ട് കൊടുക്കാം. 7 ലക്ഷം രൂപയ്ക്ക് ഫൈനൽ ആയിട്ട് കൊടുക്കാം. എത്ര ലോൺ കയറും? ഇത് നമുക്ക് 6.5 ലക്ഷം രൂപ ലോൺ ഇട്ട് കൊടുക്കാം. ഒരു 50,000 രൂപ വണ്ടി വേണം നടക്കാം. അതേപോലെ തന്നെ നെക്സ്റ്റ് ഡീസൽ മാനുവൽ 2019 60,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. ഓപ്ഷൻ ഏതാ വരുന്നത്? VDI ആണ് വരുന്നത്. 50,000 കിലോമീറ്റർ. 50,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല. പക്ക ഹിസ്റ്ററി 59 ഇൻഷുറൻസ് സർവീസ് ഒക്കെ സെക്കൻഡ് ചാവി എല്ലാം ഒക്കെ ഉണ്ട്. പ്രൈസ് ആണ് വരുന്നത്? ഇത് നമുക്ക് 7,30,000 രൂപ. 7,30,000. എത്ര ലോൺ കയറും? ഇത് 7 ലക്ഷം രൂപ ചെയ്ത് കൊടുക്കാം. 7 ലക്ഷം രൂപ ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നെക്സ്റ്റ് വരുന്ന സ്വിഫ്റ്റ്. ഇത് 2019 VXi പെട്രോൾ. പെട്രോൾ ആണ് വരുന്നത്. ഓണർഷിപ്പ് സിംഗിൾ. കിലോമീറ്റർ 60,000. റീപ്ലേസ്മെന്റ് ബോണറ്റ് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കറക്റ്റ് A to Z കമ്പനി. നെറ്റ് വോൾട്ട് മാറ്റണ കമ്പനിയിലെ. ഓക്കെ. പ്രൈസ് ആണ് വരുന്നത്? ഇത് നമുക്ക് 6,30,000 രൂപയ്ക്ക് ഫൈനൽ ആക്കി കൊടുക്കാം. പുതിയ ഇൻഷുറൻസും ചെയ്ത് കൊടുക്കാം. 6,30,000 ഫൈനൽ. സ്കാറ്റിംഗ് കാര്യങ്ങൾ ഉള്ള സീറ്റ് അവർ കണ്ടമാനം ഫിറ്റിംഗ്സ് വണ്ടി എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒരുപാട്. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് ഏതാണ്? ഇത് 2019 ഇത് LXi ഉള്ളു. ഇത് നമുക്ക് 5.25 രൂപയാണ്. 5,60,000 രൂപ ഫൈനൽ. 5,60,000 കൊടുക്കാം. 2019 സിംഗിള്. കിലോമീറ്റർ
40 ചില്ലറ 50 ഉള്ളിൽ റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല. ഒന്നുമില്ല. 560 ഫൈനൽ ആയിട്ട് കൊടുക്കാം. കൊടുക്കാം. ഓക്കെ, ഇത് മോഡൽ ഇത് 2018 2018 രണ്ടാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്റർ 64,000 62,000 ഇപ്പൊ സർവീസ് കൊടുത്തു. ഓക്കെ, ഹിസ്റ്ററി കറക്റ്റ്. പ്രൈസ് ആണ് വരുന്നത്? ഇത് നമുക്ക് 5,60,000 രൂപയ്ക്ക് ഓഫർ ഇട്ട് കൊടുക്കാം. 560 ഫൈനലായിട്ട് ആൻഡ്രോയിഡ് സെറ്റ് സീറ്റ് അവർ ഫുൾ ഫിറ്റിംഗ്സ് 2018 മോഡൽ അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് കാണിക്കാനുള്ള ഏതാണ്? ഇനി i20 ഡീസൽ പെട്രോൾ. ഇത് വൈറ്റ് ഏതാ? ഇത് പെട്രോൾ. 12 മാസം സിംഗിൾ ഓണർ വണ്ടി 40,000 ഓടിയ സ്പോർട്സ് പ്ലസ് വണ്ടിയാണ്. സ്പോർട്സ് പ്ലസ് ആണ് വരുന്നത്. പ്രൈസ് ആണ് വരുന്നത് 7 ലക്ഷം രൂപ. 7 ലക്ഷം രൂപ ഫൈനൽ ആണോ? എന്തെങ്കിലും മാറ്റങ്ങൾ ചെയ്ത് കൊടുക്കാം. എത്ര ഇത് നമുക്ക് 7 ലക്ഷം രൂപയുടെ അടുത്ത് തന്നെ ചെയ്ത് കൊടുക്കാം. ഇത് ഡീസൽ അല്ലേ? ഇതും ഡീസൽ. ഇത് 18-19 രജിസ്ട്രേഷനുള്ള ആസ്ട്ര ഓപ്ഷൻ അല്ലേ? 6 എയർ ബാഗ് തന്നെ. 6 എയർ ബാഗ് വരുന്ന ടൈപ്പ് അല്ലേ? സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1,15,000. 1,15,000 കറക്റ്റ് കമ്പനി. ഒന്നുമില്ല. പൈസ വരുന്നത് ഇത് നമുക്ക് 7,60,000 രൂപ ഫൈനലാക്കി കൊടുക്കും. എത്ര ലോൺ കയറും? ഇത് നമുക്ക് 1,500,000 രൂപ ലോൺ ചെയ്ത് കൊടുക്കാം. 22 വണ്ടി 2022 ഓടി 10,000 കിലോമീറ്റർ 10,000 സർവീസ് കൊടുത്തു. ഒക്കെ കറക്റ്റ് സിംഗിൾ ഓണർഷിപ്പ്. 2 എയർ ബാഗ് ABS വരുന്ന വണ്ടി. ഇത് 4,30,000 രൂപ. ഇത് അതേ റേറ്റിൽ വരും, അതേ ഓപ്ഷനിൽ വണ്ടി, അതേ കിലോമീറ്റർ. 10,000 കിലോമീറ്റർ അല്ല, ഇത് 20,000 കിലോമീറ്റർ സർവീസ് പെടുത്തണം. ചെറിയൊരു മാറ്റം ചെയ്താണ് കൊടുക്കാം. 4,400 രൂപയുടെ റേഞ്ചിലൊക്കെ കൊടുക്കാം. ഇത് 2021. ഇത് ഫുൾ ഫിറ്റിംഗ്സ് ആണ്. അലോയി ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങൾ ഫുൾ ഫിറ്റിംഗ്സ് ഉണ്ട്. എക്സ്ട്രാ ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. 2021 LXI സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. കിലോമീറ്ററോ? ഇത് 22,000 കിലോമീറ്റർ. ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് ഇത് 4 ലക്ഷം രൂപയ്ക്ക് ഫൈനലാക്കി കൊടുക്കും. ഈ ആൾട്ടോ ഇത് 20 ഇത് 21 ആണ്. ഇത് 21 ആണ്. ഇത് VXI ആണ്. ഇത് LXI ആണ്. LXI ഓണർഷിപ്പ് വരുന്നത് ഒക്കെ സിംഗിൾ ഓണർഷിപ്പ്. ഏതാ മോഡൽ വരുന്നത്? 2021 കിലോമീറ്റർ 20 ജില്ലാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. എത്ര കൊടുക്കുക? ഇതും 4 ലക്ഷം രൂപ. ഇതും 4 ലക്ഷം രൂപ. VXI ആണ്. 2 പുത്തൻ ടയർ മട്ടക്കണം. അത് 22,000 ഓടിയിട്ടുള്ളൂ. 22,000 സർവീസ് ഇപ്പൊ ഞാൻ എടുത്തു വെച്ചു. ടൈറ്റാനിയം 2015 ടൈറ്റാനിയം. 2015 ടൈറ്റാനിയം. ഈ ഫോർഡിന്റെ കമ്പനി തിരിച്ചു വരാന്നുള്ള ഒരു ഇത് കേട്ടിരിക്കുന്നു. അങ്ങനെ പറഞ്ഞു ചെന്നൈയിലാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഫോർഡിന്റെ കമ്പനിക്ക് ഒന്നുകൂടി, കാരണം ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ള വണ്ടിയാണ് ഫോർഡ് ഫിഗോ. ചെറിയൊരു പൈസ ഒക്കെ എയർ ബാഗ് ഉള്ള വണ്ടിയാണ്. അങ്ങനെ കമ്പനി തിരിച്ചു വരാണെങ്കിൽ പ്രൈസ് നല്ലൊരു മാറ്റം നല്ല മാറ്റം വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഫോണിന്റെ എക്കോസ്പോർട്ട് ഒക്കെ പറയുകയാണെങ്കിൽ ഫീച്ചേഴ്സിലൊക്കെ മുമ്പന്തിൽ നിൽക്കുന്ന ഒരു വണ്ടിയാണ്. ഓക്കെ, ഇത് ഏതാ മോഡൽ വരുന്നത്? 2015 ഉണ്ട്. ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1,00,000 ചില്ലാൻ 1,15. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? ഇത് നമുക്ക് 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപ ഫൈനലായിട്ട് 5-10 ചോദിക്കുന്നുണ്ട്. 5 ലക്ഷം രൂപ. എത്ര ലോൺ കയറും? ഇത് ഏകദേശം 4 ലക്ഷം രൂപ 4.25 ലക്ഷം രൂപ ഒരു 1 ലാഖ് ഉണ്ട് വണ്ടി. ഓക്കെ, ഇനിയിപ്പോ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് മാരുതിന്റെ എസ്-ക്രോസ്. 2017 12 മാസം വണ്ടിയാണ്. ഹൈബ്രിഡ്. ഓണർഷിപ്പ് സിംഗിൾ. കിലോമീറ്റർ 1.5 സർവീസ്. 1 ലക്ഷം രൂപ സർവീസ് പെടുത്തു. പ്രൈസ് ആണ് വരുന്നത്? ഇത് നമുക്ക് 7 ലക്ഷം രൂപ. 7 ലക്ഷം രൂപ ഫൈനലാക്കി. എത്ര ലോൺ കയറും? ഇത് 7 ലക്ഷം രൂപ ലോൺ കിട്ടും. 7 ലക്ഷം രൂപ ലോൺ കയറും. ഒരു 50,000 രൂപ വണ്ടി കൊണ്ട് നടക്കാം. ഓക്കെ, ഇനി ഒരു എർട്ടിഗ വരുന്നുണ്ട്. ഹൈബ്രിഡ് ZDI പ്ലസ്. ഹൈബ്രിഡ് ZDI പ്ലസ് ആണ് വരുന്നത്. ഏതാ മോഡൽ വരുന്നത്? ഇത് 2016 മോഡൽ. 2016 മോഡൽ. ഓണർഷിപ്പ് വരുന്നത്? മൂന്നാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1.25. ഒന്നുമില്ല. അതായത് ഒരു 7 സീറ്റർ വണ്ടി അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഹൈബ്രിഡ് മൈലേജും കിട്ടും. ഇത് പ്രൈസ് ആണ് വരുന്നത്? ഇത് നമുക്ക് 7 ലക്ഷം രൂപ. 7 ലക്ഷം രൂപ ഫൈനലാണോ? ഫൈനലാക്കി കൊടുക്കാം. എന്തെങ്കിലും മാറ്റങ്ങൾ ചെയ്ത് കൊടുക്കാം. എത്ര ലോൺ? കസ്റ്റമർ വരുന്നതിനനുസരിച്ച് എത്ര ലോൺ വരും? ഇത് നമുക്ക് 6 ലക്ഷം രൂപ. 6 ലക്ഷം രൂപ. ഒരു 1 ലാഖിന്റെ വണ്ടി ഇറക്കാം. ഓക്കെ, ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് കാണിക്കാം. ഒരു ഇന്നോവ കാണിച്ചാലോ? ഇന്നോവ ഏതാ മോഡൽ വരുന്നത്? ഇത് 2010 ഇന്നോവ. 2010 ഇന്നോവ. റിയാണോ? ഇന്റർകൂളർ എഞ്ചിനാണ്. 10 ഇന്റർകൂളർ പുറത്തെ വണ്ടി കിട്ടത്തില്ല. ഏതാ മോഡൽ വരുന്നത്? ഇത് നമുക്ക് 5 ലക്ഷം 2010 മോഡൽ. ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പ്.
കിലോമീറ്റർ 2,15,000 പക്ക ആകാൻ ചാൻസ് ഉണ്ട്. തിരിമറി ചെയ്തേക്കണ ആൾക്കാർ 1.15 ആക്കി. പ്രൈസ് ആണ് വരുന്നത്. ഇത് നമുക്ക് 5.25 ലക്ഷം റുപ്യാണ് ചെറിയ മാറ്റങ്ങൾ ചെറിയ രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കാം. ഈ ബ്രസ 2016 പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കമന്റ് നെഗറ്റീവ്. 2016 ZDI പ്ലസ് ആണ്. 2016 ZDI പ്ലസ് അലോയും കാര്യങ്ങളൊക്കെ ഫാൻസി ടൈപ്പ് ചെയ്തേക്കണം. രണ്ടാമത്തെ ഓണർഷിപ്പ് 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. റെഡ് ആൻഡ് ബ്ലാക്ക് കളർ. കറക്റ്റ്. ഇത് 8 ലക്ഷം റുപ്യ ഫൈനലാകാണ് നമുക്ക് കൊടുക്കാം. 8 ഫൈനലായിട്ട് കൊടുക്കാം. എത്ര ലോൺ കയറും? ഇത് നമുക്ക് ഒരു 6 ലക്ഷം റുപ്യ, ഒരു 1.5 ലക്ഷം രൂപ. നമ്മുടെ കറക്റ്റ് സ്പോട്ട് എവിടെ വരുന്നത്? ഇത് മലപ്പുറം മച്ചിങ്ങല്. മലപ്പുറത്ത് നിന്ന് കോഴിക്കോട് റോഡിന് 1.5 കിലോമീറ്റർ പോന്നാല് ബൈപ്പാസ് കഴിഞ്ഞേക്കന്നെ മച്ചിങ്ങല്. നമ്മുടെ ഉണ്ടായിരുന്ന ഷോറൂമിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. ഓക്കെ, MK യൂസ് കാർ വന്നാൽ നമ്മളെ ബാവക്കാരടുത്ത് ഒരുപാട് കാറുകളുണ്ട്. 100-ൽ പരം കാറുകളുണ്ട്. അതിൽ നിന്ന് നമ്മൾ കുറച്ച് സെലക്റ്റീവ് ആയ കാറുകൾ മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോ ഏതെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ബാവക്കാനായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. വിളിച്ചോട്ടെ, 2 നമ്പർ നമുക്ക് കൊടുക്കാം. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഏതാ വണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം വിളിച്ചോളി ബാവക്ക. നമ്മൾ തൽക്കാലം വീണ്ടും കാണാം.